എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വർഗവാണിയിലേക്ക് സ്വാഗതം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ഇന്ന് നമുക്ക് ദൈവം വീണ്ടും തന്നിരിക്കുകയാണ്. സ്വർഗവാണിയിലൂടെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പഴയതും പുതിയതുമായുള്ള ഗാനങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നു. നിങ്ങളുടെ കോളുകളെ കാത്ത് ഞങ്ങൾ ഇവിടെയുണ്ട്. തീർച്ചയായും ഞങ്ങൾ നമ്പറിലേക്ക് വിളിക്കുക. നമുക്ക് ആദ്യത്തെ കോളിലേക്ക് കടക്കാം. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാ വിളിക്കുന്നത്? അങ്കമാലിയിൽ നിന്ന് അന്നാമ്മ ബേബി. അന്നാമ്മ ആന്റി, ഓക്കെ, സുഖമാണല്ലോ അല്ലേ? സുഖാണ് സുഖാണ്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഞാനുണ്ട്, ഭർത്താവുണ്ട്, 2 മക്കളുണ്ട്. മക്കളുടെ കല്യാണം കഴിഞ്ഞു. മോൻ ന്യൂസിലാൻഡിലാണ്, പള്ളിയിലെ അച്ഛനാണ്. ഓ ശരി ശരി. ഓക്കെ, പള്ളിയിലെ അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ വളരെ മഹത്തായ ഒരു പദവി അലങ്കരിക്കുന്ന ഒരാളാണ് അല്ലേ? അതൊക്കെ ഒരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരു ഗാനത്തിന്റെ ഏതെങ്കിലും 2 വരി പാടാവോ? എനിക്ക് വേണ്ടി പാടുന്ന പാട്ട് നിസാരമാം നിസാരമാം. നിസാരമാം നിസാരമാം. തീർച്ചയായിട്ടും ആന്റിക്ക് വേണ്ടി പാടാം. ആന്റി, ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി സോങ്, അതിന്റെ 2 വരി പാടാമോ? ഞാൻ പാടാം. എനിക്ക് വലിയ രീതിയൊന്നും ഇല്ല, എന്നാലുള്ള രീതി. ഓ മതി മതി. നിസാരമാം നിസാരമാം നീറും ദുഃഖങ്ങൾ നിസാരമാം, നാളെ വരുന്ന മഹിമയോത്താൽ ഇന്നീ ദുഃഖങ്ങൾ നിസാരമാം. വളരെ മനോഹരമായിട്ട് ആന്റി അത് പാടി. ആന്റി പറഞ്ഞു ആന്റിക്ക് പാടാൻ അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആന്റിയുടെ ആ ഒരു അല്ലേ വോയിസ് എത്ര മധുരമായിട്ടുണ്ട്. തീർച്ചയായിട്ടും നീറും ദുഃഖങ്ങൾ നമുക്ക് നിസ്സാരമാണ്. കാരണം നാളെ ഇന്ന് ആ ഒരു മഹിമ ഓർക്കുമ്പോൾ അല്ലേ, ഇന്നത്തെ ഈ ദുഃഖങ്ങളൊക്കെ വളരെ നിസ്സാരമാണ്. ഈ ഒരു പ്രത്യാശ, ഇതാണ് നമ്മളെയൊക്കെ കൊണ്ട് നടക്കുന്നത് അല്ലേ? ദൈവത്തിന്റെ ഒരു സ്നേഹം നമ്മുടെ കൂടെ ഉള്ളതല്ലേ? എന്റെ മോൻ ന്യൂസിലൻഡിലെ മോൻ ഫാദർ റൂബിന് വേണ്ടി ഇത് വെക്കണം. ഓക്കെ ഓക്കെ ഓക്കെ, തീർച്ചയായും. അപ്പം പ്രിയ പറഞ്ഞ ബ്രദറിന് വേണ്ടിയിട്ട്, ആന്റിയുടെ കുടുംബത്തിന് വേണ്ടി തീർച്ചയായിട്ടും ഞങ്ങളും തീർച്ചയായിട്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം പാടുന്നതായിരിക്കും. വീണ്ടും വിളിക്കണം കേട്ടോ. നമ്മുടെ അന്നാന്റിയാണ് വിളിച്ചത്. അന്നാന്റി ആ പാടിയത് അറിയില്ല എന്ന് പറഞ്ഞിട്ടും വളരെ നല്ലൊരു പാട്ട് പാടിയല്ലേ? നിസാരമാ നിസാരമാ നീറും ദുഃഖങ്ങൾ. എനിക്ക് ഈ പാട്ട് കേട്ടപ്പോഴാണ് ഓർത്തത്, നമ്മുടെ ആന്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ സ്തുതികൾക്കും യോഗ്യൻ ആ ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്കും പ്രിയ ആന്റിക്ക് വേണ്ടിയിട്ടും നമുക്ക് പാടാം. ഓക്കെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടാണ്. അതെ അതെ, നല്ല വരികളാണ്. അതെ. എല്ലാ സ്തുതികൾക്കും യോഗ്യനൻ യേശുനാഥൻ, എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യനൻ യേശുപരൻ. ഈ വാനവും ഭൂമിയും വാഴ്ത്തി പാടും, സർവസ്തുതികൾക്കു യോഗ്യൻ എന്നേശു. ഈ വാനവും ഭൂമിയും വാഴ്ത്തി പാടും, സർവസ്തുതി
വളരെ മനോഹരമായ ഒരു ഗാനമായിരുന്നു അല്ലേ? പാപക്കുഴിയിൽ നിന്ന് നമ്മളെ വലിച്ചെടുത്തു, ചേറ്റിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു, എന്നെ നിത്യമായ ഒരു പാറയിൽ നിർത്തിയിരിക്കുന്ന എൻ്റെ കർത്താവ്, ആ ഒരു റൈറ്ററിനെ കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കട്ടെ. അതെ, തീർച്ചയായും നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് കടന്ന് അടുത്തൊരു കോളിലേക്ക് നമുക്ക് കടന്നാലോ? സ്വർഗവാണിയിലേക്ക് സ്വാഗതം ആന്റി. ഹലോ, സ്വാഗതം. പറയോ ആന്റി, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞങ്ങൾ തൃശ്ശൂരാണ്. തൃശ്ശൂരാണല്ലേ? ഓക്കെ. ആന്റി എന്ത് ചെയ്യുന്നു? ഞാൻ കൗൺസിലറാണ്, കൗൺസിലിംഗ് ചെയ്യുന്നു അല്ലേ? ഓക്കെ. ആന്റി ഫാമിലിയൊക്കെ? ഫാമിലിയൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ വെളിയിലാണ്. ആണല്ലേ? ഓക്കെ. നമ്മുടെ സ്വർഗവാണി എന്ന പ്രോഗ്രാമിന്റെ സ്ഥിരം പ്രേക്ഷകയാണോ? അതെ അതെ. ആണോ? തീർച്ചയായിട്ടും എനിക്കറിയാം ഈ ഇതിനകത്തു കൂടി പാടുന്ന ഗാനങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരെയും ഒത്തിരി പ്രത്യാശയിലും സമാധാനത്തിലൊക്കെ നിറയ്ക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടി ഒരു ഏതെങ്കിലും ഒരു ഗാനത്തിന്റെ 2 വരി പാടാമോ? പാട്ടിന്റെ 2 വരി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറഞ്ഞാലും മതി. പാട്ട് പറഞ്ഞാൽ മതിയല്ലോ. മതി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറയുന്നത് കൊച്ചുകുഞ്ഞുള്ളിയുടെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ഏത് പാട്ടായിരുന്നു ആന്റി? കേട്ടില്ലായിരുന്നു. അതില് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ദുഃഖത്തിന്റെ പാനപാത്രം. ഓക്കെ, തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം ഞങ്ങളത് ആന്റിക്ക് വേണ്ടി പാടുന്നതായിരിക്കും, ആന്റിക്കും കുടുംബത്തിന് വേണ്ടി അല്ലേ? കർത്താവ് നമുക്ക് എത്ര ദുഃഖം തന്നാലും അതൊക്കെ സന്തോഷത്തോടെ നമ്മൾ മേടിക്കും അല്ലേ? കാരണം ആ ഒരു ദൈവമാണ് നമ്മളെ നടത്തുന്നത്. അന്ത്യം വരെയും നമ്മളെ താങ്ങാൻ വിശ്വസ്തനായ ദൈവം നമ്മുടെ കൂടെ ഉള്ളതാണ് നമ്മുടെ ബലം. ഓക്കെ, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും വിളിക്കുക. പിന്നെ ആന്റി ചെയ്യുന്ന വർക്ക് നല്ലൊരു വർക്കാണ് കേട്ടോ, കൗൺസിലർ എന്നുള്ളൊരു അത് സമൂഹത്തിൽ ഒത്തിരി നന്മകൾ ചെയ്യുന്നതാണ് അല്ലേ? കാരണം നമുക്ക് നമ്മുടെ സമൂഹത്തെ ഏറ്റവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പം നിങ്ങളെ പോലുള്ള ആളുകളിലൂടെ നമ്മുടെ നാടിനെ ഒത്തിരി മുമ്പോട്ട് നയിക്കുവാൻ, നന്മയിലേക്ക് നയിക്കുവാൻ കാരണമായി തീരട്ടെ. അതിനൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാക്കി ദൈവം മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. വിളിച്ചതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. നമ്മുടെ പ്രിയ ആന്റി ഒരു കൗൺസിലറാണ് അല്ലേ? കൗൺസിലേഴ്സ് ഒക്കെ വിളിക്കുക എന്ന് പറയുന്നത് ഒരു സന്തോഷമാണ്. കാരണം ഇപ്പോഴത്തെ തലമുറയെ നേരെ കൊണ്ടുപോകുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ദൈവം ഇവരിലൂടെ പ്രവർത്തിക്കട്ടെ. വഴിതെറ്റി പോകുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം ചേർക്കട്ടെ. അപ്പോൾ നമുക്ക് ആന്റിക്ക് വേണ്ടി വളരെ മനോഹരമായ ഒരു ഗാനം പാടാം. ദോഷമായിട്ടെന്നോടൊന്നും എന്റെ താതൻ ചെയ്യുകയില്ല. ദോഷമായിട്ടെന്നോടൊന്നും എന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനെന്നെ സ്നേഹിക്കുന്നു. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട. അതെ, ആ ഒരു ദുഃഖത്തിന്റെ പാനപാത്രം തന്നാലും അത് സ്വീകരിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. ദൈവത്തോട് അത്രയും പ്രത്യാശയും ആ ഒരു അത്രയും അഫെക്ഷൻ ഉള്ളവർക്ക് മാത്രമേ എന്ത് ദുഃഖം വന്നാലും ചേർന്നിരിക്കാൻ പറ്റുള്ളൂ. അല്ല, നമുക്ക് ജീവിതത്തിലെ ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ദൈവത്തെ ഇത് ചെയ്യാറുണ്ട്. ദൈവം നീ ഇതൊന്നും കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ എന്നുള്ള ചിന്ത. അപ്പം എന്താ പറയുന്നത്, ഇപ്പം ഇവിടെ നമ്മൾ പാടിയ സ്റ്റാൻസയിൽ ദോഷമായിട്ടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മുടെ കർത്താവ് നമുക്ക് ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ അനർത്ഥങ്ങൾ നേരിട്ടാലും അതിനൊക്കെ അപ്പുറത്ത് ദൈവത്തിന് വലിയൊരു പദ്ധതികൾ നമ്മൾ ഓരോരുത്തരെയും പറ്റിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ പ്രതിസന്ധികൾ പതറാതെ തളരാതെ
ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. നമുക്ക് അടുത്ത കോളിലേക്ക് കിടക്കാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ആന്റി എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ തൃശ്ശൂരിന്ന്. തൃശ്ശൂരിന്ന്. എന്താ പേര്? ജോളി. ജോളി. ഓക്കെ, ജോളി ആന്റി വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡ്, 2 മക്കള്. 2 മക്കളുടെ വിവാഹം കഴിഞ്ഞു. സന്തോഷമായിട്ടിരിക്കുന്നു എല്ലാവരും? സന്തോഷമായിട്ടിരിക്കുന്നു, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. മക്കളൊക്കെ എന്താ ചെയ്യുന്നത്? മക്കള് 2 വിവാഹം കഴിഞ്ഞു. മോൻ ജോലി ചെയ്യുന്നു, മോള് ഹസ്ബൻഡ് പുറത്താണ്. മോളുടെ കുട്ടിയുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ന് കൂടുതൽ കോളുകൾ വന്നത് കുന്നംകുളം തൃശ്ശൂർ ഭാഗത്തു നിന്നാണ് കേട്ടോ. അപ്പം കുന്നംകുളം തൃശ്ശൂർ ഭാഗത്തുള്ളവർ ദൈവത്തെ, യേശുവിനെ ഇത്രയും സ്നേഹിക്കുന്നു, അതിലുപരി നമ്മുടെ സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാം നിങ്ങൾ അത്രയും ഇഷ്ടപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. സന്തോഷം. പരിപാടിയൊക്കെ നന്നായിട്ട് കാണാറുണ്ട്. രാവിലെ കാണും. പാട്ടുകളൊക്കെ. തൃശ്ശൂരുകാരുടെ ഒരു സ്ലാങ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെടുന്നു തൃശ്ശൂരുകാരെ. ഒത്തിരി സ്നേഹമുള്ളവർ എന്നാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഒരാളോട് പറയുകയുണ്ടായി, തൃശ്ശൂർ സ്ലാങ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഹാപ്പി മൂഡാണ് ആ ഒരു സ്ലാങ്. അതുപോലെ അപ്പൊ നമ്മള് അന്ന് വിളിച്ച ആളുടെ പേര് ജോയി എന്നാണ്, ഇന്ന് വിളിച്ച ആളുടെ പേര് ജോളി. എല്ലാം കൊണ്ടും ഒന്നൊരു നല്ല പൊരുത്തമുണ്ട്. അതെ ആന്റി, ഇന്ന് ജോളി ആന്റി ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി പാട്ട് പാടാമോ? നന്ദിയുണ്ട് ദൈവമേ മകൾക്കായെന്നുമേ ഉള്ളതെല്ലാം ഓക്കെ ജോളി ആന്റി. ഹലോ. ഓക്കെ, ഒത്തിരി സന്തോഷമുണ്ട്. എങ്കിലും കുറച്ചുകൂടി വോളിയം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരിക്കും. നമ്മുടെ അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. അതുകൊണ്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ ആന്റി കൊണ്ട് ഒരു പാട്ടുകൂടെ ഞങ്ങൾ തീർച്ചയായിട്ടും പാടിപ്പിച്ചേനെ. ആന്റി, ഇന്ന് ഞങ്ങളപ്പം ആന്റിക്ക് വേണ്ടി പാടേണ്ട ഒരു സോങ് പറയാമോ? ഇഷ്ടമുള്ള പാട്ട് യേശുവേ രക്ഷാദായക എന്നൊരു പാട്ടില്ലേ? യേശുവേ രക്ഷാദായക അല്ലേ? ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. പ്രിയ ആന്റിക്കും ഫാമിലിക്കും വേണ്ടി ഞങ്ങൾ ആ ഒരു പാട്ട് പാടുന്നതായിരിക്കും. വീണ്ടും നമ്മുടെ ഈ ഷോയിലേക്ക് വിളിക്കുക. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ നമ്മള് വിളിച്ചത് തൃശ്ശൂരിൽ നിന്നുള്ള ജോളി ആന്റിയാണ്. ജോളി ആന്റിയുടെ ആ ഒരു പേര് പോലെ തന്നെ വളരെ ജോളിയായിട്ടുള്ള ഒരു ആന്റിയാണ് അല്ലേ? ആന്റി വളരെ മനോഹരമായ ഒരു ഗാനം പാടിയെങ്കിൽ നമുക്കത് അത്ര ക്ലിയർ ആയില്ല. എങ്കിലും ആന്റി സജസ്റ്റ് ചെയ്ത പാട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ പഴയൊരു ഗാനമാണ്. നമുക്ക് ആ ഒരു പാട്ടിലേക്ക് കടന്നാലോ? ശരി, തീർച്ചയായിട്ടും. ഉന്നതി വെടിഞ്ഞ് മണ്ണിൽ താണു വന്ന നമ്മുടെ നല്ല രക്ഷകൻ അല്ലേ? ആ കർത്താവ് അവിടുന്ന് മനുഷ്യവേഷം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി നമ്മുടെ ഇടയിൽ വന്നു അല്ലേ? നമുക്ക് വേണ്ടി ആ കാൽവറി യാഗമായി. ആ ദൈവത്തിൻ്റെ സ്നേഹം എത്ര അവർണ്ണനീയമാണല്ലേ?
അനുഗ്രഹിക്കപ്പെട്ട പാട്ടിൻ്റെ വരികളായിരുന്നു. ഇത് ചോദിച്ച പ്രിയ ആൻറ്റിയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത കോളിലേക്ക് കടന്നാലോ? തീർച്ചയായിട്ടും അടുത്ത കോളിലേക്ക് കടക്കാം. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരായിരുന്നു? ഞാൻ മാരാമണയിൽ നിന്നും ജോർജ് എന്ന് പറയുന്ന ജോർജ് അങ്കിൾ അല്ലേ? ഓക്കെ. മാരാമൺ അങ്കിള് എന്ത് ചെയ്യുന്നു? ഞാൻ 80 വയസ്സുള്ള ഒരു റിട്ടയർഡ് KSRTC ജീവനക്കാരനാ. ഓ ശരി ശരി. മക്കളൊക്കെ എനിക്ക് ഇപ്പോഴ് ഓർമ്മയും ഒന്നും ഇല്ല, അടക്കാനും ഒക്കെ തൊല്ലയാ. ആണല്ലേ? ഒത്തിരി പ്രയാസം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലേ? അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ ആശ്വാസമാകുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ സ്വർഗവാണി എന്ന് പറയുന്നത്. കാരണം ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഞങ്ങളുടെ കൂടെ പാട്ട് പാടാനും അതുപോലെ ഞങ്ങൾ പാട്ട് പാടുന്നതൊക്കെ ഒരു അനുഗ്രഹമായി ഒക്കെ മാറുകയൊക്കെ ചെയ്യും. അപ്പം ആ ഒരു ആശ്വാസത്തിനാണല്ലോ തീർച്ചയായിട്ടും അങ്കിൾ വിളിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ടിന് 2 വരി പാടാൻ പറ്റുമോ? 100 വർഷത്തിന് മുമ്പ് TV തൊമ്മി എന്ന് പറയുന്ന ഒരു ദേവദാസൻ പാടിയ ഒരു പാട്ടാണ്. ഏത് പാട്ടാണ്? TV തൊമ്മി. എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ അത് ചിന്തയിൽ ചിന്തിപ്പതിനാകതുള്ളോ. എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ജോർജ് അങ്കിളെ, വളരെ 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 ബ്ലെസ്സിങ് ഒരു സോങ് ആണ് അങ്കിള് പാടിയത്. എന്ത് അതിശയമേ ദൈവത്തിന്റെ സ്നേഹം, എത്ര മനോഹരമേ അല്ലേ? ഈ ഒരു പ്രായമായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ താങ്ങുന്ന ദൈവത്തിന്റെ സ്നേഹം, നമ്മളെ ഓരോ ദിവസം വഴി നടത്തുന്ന ദൈവത്തിന്റെ സ്നേഹം, നമ്മളെ കരുതുന്ന ദൈവത്തിന്റെ സ്നേഹം അല്ലേ? അതിന്റെ വഴികളൊക്കെ ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പാൻ ഒരിക്കലും സാധ്യമല്ല. അതെ, അന്നത്തെ ആ പിതാക്കന്മാർ എഴുതി വെച്ച വരികളൊക്കെ ഭയങ്കര അർത്ഥവത്തായ വരികളാണ്. അവരുടെ ജീവിതവുമായിട്ട് അതുപോലെ കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഈ പാട്ട് തന്നെ 2 രീതിയിലുണ്ട്. സെമി ക്ലാസിക്കൽ ടൈപ്പായിട്ടും ഉണ്ട്, നമുക്കല്ലാതെ നമ്മൾ ചർച്ചകളിൽ പാടുന്ന രീതിയിലും ഈ പാട്ട് പാടാറുണ്ട്. അപ്പൊ നമ്മൾ എന്നാ അതൊരു സെമി അങ്കിൾ പാടിയതിന്റെ സെമി ആയിട്ട് അങ്കിൾ അതിന്റെ ഒരു എന്താ നമ്മൾ ചർച്ചയിൽ പാടുന്ന വെർഷൻ പാടിയതുകൊണ്ട് അതിന്റെ ഒരു സെമി ക്ലാസിക്കൽ വെർഷൻ ഞങ്ങൾ വേറൊരു വേർഷൻ ഞങ്ങൾ പാടാം. ഓക്കെ അങ്കിളെ, കുടുംബമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ അങ്കിളും നല്ല ആരോഗ്യവും ആയുസ്സും ഒക്കെ കർത്താവ് തരട്ടെ. ഇനിയും കൂടുതൽ കർത്താവിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും വിളിക്കണം കേട്ടോ. ഞങ്ങളെ ഓർക്കുമ്പോഴൊക്കെ ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് ഇവിടെ ഈ ഞങ്ങളുടെ ഈ ചാനലിനെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഈ പ്രോഗ്രാമിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഓക്കെ അങ്കിളെ, ഓക്കെ, താങ്ക് യു. വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. നമ്മളെ വിളിച്ചത് ജോർജ് അങ്കിളാണ്. നല്ല പ്രായാധിക്യത്തിന്റെ പ്രശ്നങ്ങളൊക്കെ മാരാമണ്ണ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, അത്രയും ചരിത്രം ഉറങ്ങി കിടക്കുന്ന സ്ഥലമാണ്. അതെ, അദ്ദേഹം പാടിയ ആ ഒരു പാട്ടും വളരെ ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. അപ്പോൾ നമ്മൾ പ്രിയ അപ്പച്ചനോട് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു മറ്റൊരു വേർഷൻ അല്ലേ, ആ ഒരു സെമി പാടാം. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ ആതോ ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അത് സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ
സന്തതം കാണുന്നു ഞാൻ. ഏത് സ്റ്റൈലിൽ പാടിയാലും ഈ പാട്ട് എത്ര മനോഹരമാണ് അല്ലേ. ആ ഒരു ചർച്ച് വേർഷനിൽ പാടിയാലും ഒരു സെമി ക്ലാസിക്കലായിട്ട് പാടിയാലും പ്രത്യേകിച്ച് ഈ പാട്ട് എല്ലാ ആൾക്കാർക്കും അറിയാവുന്നതാണ് ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത. അതെ അതെ അതെ. കാരണം യേശുദാസ് തൻ്റെ കച്ചേരികളിലൊക്കെ ഈ പാട്ട് സെമി ക്ലാസിക്കലായിട്ട് ഒത്തിരി പാടിയിട്ടുണ്ട്. അതെ അതെ. പല സ്ഥലങ്ങളിൽ പാടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ക്ലാസിക്കൽ വെർഷൻ ഭയങ്കരമായിട്ട് ഹിറ്റായതല്ലേ. ഓക്കെ, അപ്പോൾ ഈ പാട്ട് പാടിയ ജോർജ് അങ്കിളിനെയും ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത കോളിലേക്ക് കടന്നാലോ? അതെ അതെ, അടുത്ത കോളിലേക്ക് കടക്കാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇത് എവിടെ നിന്നായിരുന്നു വിളിക്കുന്നത്? ഞാൻ മാന്നാറിന്നാണ് വിളിക്കുന്നത്. മാന്നാർ. പേരൊന്ന് പറയാമോ? സോണി. സോണി. ആ ഓക്കെ. എന്ത് ചെയ്യുന്നു? ഇപ്പം വയ്യാതൊക്കെ ഇരിക്കുകയാണ്. നേരത്തെ ജോലി ഉണ്ടായിരുന്നു. ആണോ? എന്ത് പറ്റി? ഒരു അസുഖമായിട്ടൊക്കെ ഇരിക്കുക. ഫാമിലിയൊക്കെ ഫാമിലിയൊക്കെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ പപ്പ, അമ്മ, പപ്പാട് പെങ്ങള്. ഓക്കെ ഓക്കെ. നമ്മുടെ ഈ രോഗാവസ്ഥയിലൊക്കെ നമ്മൾ താങ്ങുന്ന ഒരു ദൈവത്തിന്റെ കരം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. രോഗികൾക്ക് നല്ല വൈദ്യനായ ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഒരു വിധത്തിലും ഭാരപ്പെടേണ്ട. ദൈവം എത്രയും പെട്ടെന്ന് സൗഖ്യം തരട്ടെ. ഇന്ന് സ്വർഗവാണിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏത് ഗാനമാണെന്ന് പറയാമോ? റോസാപ്പൂവേ റോസാപ്പൂവേ എന്ന് പറഞ്ഞൊരു പാട്ട് ഉണ്ടല്ലോ, അതറിയാം. റോസാപ്പൂവേ റോസാപ്പൂവേ. തീർച്ചയായിട്ടും ഞങ്ങൾ വരുന്ന എപ്പിസോഡുകളിൽ ആ പാട്ട് പാടുന്നതായിരിക്കും. ഇന്ന് ഞങ്ങൾ വളരെ പ്രത്യാശ നിറഞ്ഞൊരു മനോഹര ഗാനം ഇന്ന് ബ്രദറിന് വേണ്ടി പാടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു പാട്ട് ഒത്തിരി ബ്ലെസ്സിങ് ആയി തീരട്ടെ കേട്ടോ. എല്ലാ അസുഖങ്ങളും എത്രയും പെട്ടെന്ന് മാറട്ടെ. ഞങ്ങൾ തീർച്ചയായിട്ടും പെട്ടെന്ന് ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങളെ കോൾ ചെയ്യുമ്പോൾ അതെ എല്ലാം പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു, സൗഖ്യത്തോടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് മുമ്പോട്ട് പോകുക. ദൈവം സൗഖ്യം തരും, ദൈവം ബലപ്പെടുത്തും. ഒരു മിറാക്കിൾ ടെസ്റ്റിമണി ആയിട്ട് വരട്ടെ. ഓക്കെ, ഞങ്ങളും എല്ലാവരും ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സ് ഒക്കെ ഒത്തിരി ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇപ്പം നമ്മളെ വിളിച്ചത് സോണി ബ്രദറാണ്. സോണി ബ്രദറിന് നല്ല വയ്യാഴികയായിട്ടിരിക്കുകയാണ്. അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും സോണി ബ്രദറിന്റെ ഒരു ഭാഗ്യം നല്ല മനോവിഷമത്തിലാണ് ആള്. അതെ, എന്തായാലും എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. നമ്മൾ ഉൾപ്പെടെ, നമ്മൾ കാണുന്ന പ്രേക്ഷകർ ഉൾപ്പെടെ എല്ലാവരും ഈ സോണി എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എത്രയും പെട്ടെന്ന് പ്രിയപ്പെട്ടവർ സൗഖ്യമാകട്ടെ. നമ്മുടെ ചിലപ്പോൾ നമ്മൾ പറയുന്ന വാക്കിലൂടെയാണ് ചിലപ്പോൾ പലപ്പോഴും ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാം കേൾക്കുമ്പോൾ തന്നെ ഒരു വാക്ക് ആ പ്രിയ സോണി ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുക. അടുത്ത പ്രാവശ്യം അദ്ദേഹം കോൾ ചെയ്യുമ്പോൾ ഒരു വലിയ അത്ഭുതത്തിന്റെ സാക്ഷ്യം കേൾക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പം സോണി ബ്രദറിന് വേണ്ടി നമുക്ക് ആ ഒരു ഗാനത്തിലേക്ക് അതെ അതെ അതെ. ബാധയോ എന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. അനർത്ഥങ്ങൾ ഭവിക്കയില്ല. ബാധയോ എന്നെ തൊടുകയില്ല. സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്.
വളരെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടാണ്. അതെ, പ്രിയ സോണി ബ്രദറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മളെ അനർത്ഥങ്ങളൊന്നും നമുക്ക് ഭവിക്കാതെ, അതെ അതുപോലെ ആശ്രയിപ്പാൻ നമുക്ക് അതെ സർവശക്തി നമ്മുടെ കൂടെ ഉണ്ട്. ആ ഒരു വിശ്വാസം അദ്ദേഹത്തെ കൂടുതൽ ധൈര്യപ്പെടുത്തട്ടെ. അതെ അതെ, എത്രയും പെട്ടെന്ന് രോഗം സൗഖ്യമായി. അതെ. ഓക്കെ, അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡും കൂടി ഇന്ന് നമ്മളെ വിട്ട് കടന്നു പോവുകയാണ്. ഇന്നത്തെ ഗാനങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതുബലം നൽകുന്നതായിരുന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്ന് വിളിച്ച എല്ലാ കോളേഴ്സിനും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. വീണ്ടും വീണ്ടും ഞങ്ങളെ വിളിക്കുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട കുറച്ച് ഗാനങ്ങളോടുകൂടി ഇന്നത്തെ ഞങ്ങളുടെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീണ്ടും കാണുന്നത് വരെ ദൈവം നിങ്ങളെല്ലാവരെയും സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.